ഇന്നലെ ഞാൻ ക്ലാസ് കട്ടടിച്ച് നടന്ന ബയോളജിസ്റ്റിനെതിരെ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ രണ്ടുപേരുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറയുന്ന വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമെന്നുള്ളത്. ആ ചർച്ച മുഴുവൻ ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറയുന്ന ഇൻലോജിക്കാലിറ്റി കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്രിറ്റിസൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ അങ്ങ് ക്രിറ്റിസൈസ് ചെയ്തേക്കാം. സ്റ്റാർട്ടിങ് ഫ്രോം ദ പോസ്റ്റ് സെൻട്രൽ ഗൈറസ്. നമ്മുടെ ശരീരത്തിലെ 5 സെൻസേഷൻ ആയിട്ടുള്ള വിഷൻ, സ്മെൽ, ടേസ്റ്റ്, ടച്ച്, ഹിയറിംഗ്. ഇതിൽ ടച്ച് എന്ന് പറയുന്ന സെൻസേഷൻ റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്യുന്ന സ്ഥലമാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്നുള്ളത്. അതായത് വിഷ്വൽ സ്റ്റിമുലേഷൻ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു ബ്രെയിൻ പാർട്ടാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്നുള്ളത്. ഇനി ഇൻഡയറക്റ്റ്ലി എങ്ങനെയാണ് വിഷ്വൽ സ്റ്റിമുലേഷൻ പോസ്റ്റ് സെൻട്രൽ ഗൈറസിനെ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ തൊടുന്നതോ അദ്ദേഹം നമ്മളെ തൊടുന്നതോ ഒക്കെ ആയിട്ടുള്ള ഇമാജിനേഷൻ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് ഇമാജിനറി സിഗ്നൽസ് ആയിട്ട് പോസ്റ്റ് സെൻട്രൽ ഗൈറസിലോട്ട് വിഷ്വൽ സ്റ്റിമുലേഷൻ പോവുക. അല്ലാത്ത പക്ഷം ഇത് പോകത്തില്ല. ഇനി ഓൾറെഡി പറഞ്ഞ പോലെ ടച്ച് സ്റ്റിമുലേഷൻ റിസീവ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തി നമ്മളുടെ മുന്നിലോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മനുഷ്യനാണോ ഒബ്ജക്റ്റ് ആണോ എന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ഫാക്ടർ ഇവിടെ മിസ്സിംഗ് ആണ്. ആ ഫാക്ടർ ഉള്ളത് ഫ്യൂസിഫോം ഗൈറസ് എന്ന് പറയുന്ന വിഷ്വൽ സ്റ്റിമുലേഷൻ റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഒരു നഗ്നമായിട്ടുള്ള സ്ത്രീ ഒരു ആണിൻ്റെ മുന്നിലോട്ട് വരുന്ന സമയത്ത് പോസ്റ്റ് സെൻട്രൽ ഗൈറസ് അതിനെ സെക്ഷൽ ഒബ്ജക്റ്റായിട്ട് കാണുക എന്ന് പറയുന്ന കാര്യം എത്ര ഇൻലോജിക്കാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത്രത്തോളം ഇല്ലോജിക്കാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലും. അപ്പോൾ അതിനെ വഴി വെച്ച് വരുന്ന ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. എന്തായാലും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലോജിക്കാലിറ്റി സംസാരിച്ചു കൊണ്ട് പോവാം.